കാട്ടുപന്നികളുടെ തുടർച്ചയായുള്ള ശല്യം കാരണം കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായിരിക്കുകയാണ് തടിക്കാട് മേഖലയിലെ കർഷകർ. പൂർണ്ണമായും കാർഷിക മേഖലയെ തകർത്തുകൊണ്ടാണ് ഇവിടെ വന്യമൃഗശല്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പരാതികളും നിവേദനങ്ങളുമായി നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെയും കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാട് വനംവകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാട്ടുപന്നി ശല്യത്തെ ചെറുക്കുവാനായി സർക്കാർ ഒരുക്കുന്ന പ്രതിരോധ മാർഗങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഫലപ്രദമാകുന്നില്ല. ജനവാസ മേഖലയിലും കാർഷിക മേഖലയിലും തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കർഷകർ. ആക്രമണകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്തോ വകുപ്പുകളോ ഇതിന് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. രാപകൽ വ്യത്യാസമില്ലാതെ മേഖലയിലേക്കെത്തുന്ന കാട്ടുപന്നിക്കൂട്ടം കാർഷിക രംഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. മരച്ചീനി, പയർ, ചീര, വാഴ തുടങ്ങി എല്ലാത്തരം കാർഷിക വിളകളും കാട്ടുപന്നി ആക്രമണത്തിൽ നശിക്കുന്നുണ്ട്. ഇതിനു പുറമെ പൊതുജനങ്ങൾക്ക് നേരെയും കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു. വായ്പയെടുത്തും കടം വാങ്ങിയുമാണ് കർഷകർ വിവിധ ഏലകളിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷി ചെയ്ത് കിട്ടുന്ന ലാഭത്തിൽ നിന്നും കുടുംബം പോറ്റുകയും കടം വീട്ടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കർഷക കുടുംബങ്ങൾക്ക് ഇരുട്ടടിയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന പന്നിശല്യം. ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണങ്ങൾ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കുകയേ മാർഗമുള്ളൂവെന്ന് കർഷകനായ ജലാലുദ്ദീൻ പറയുന്നു. കൃഷി കുഴപ്പമില്ല, കൃഷിയാണ് നമ്മുടെ ഉപജീവന മാർഗം ഇപ്പോഴും. ഇതാണ് മനസ്സമാധാനത്തോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനില്ല ഇത് ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ. മറ്റെല്ലാം സഹിക്കാം, ഈ പന്നിശല്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വൃക്ഷമായി ഉണ്ടാകുന്ന പ്രശ്നം. അതിന് ഒരു വഴി കണ്ടില്ല എങ്കിൽ കൃഷി നിർത്തേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുക. എപ്പോഴും ആനുകൂല്യങ്ങൾ സർക്കാർ എന്തെങ്കിലും തരും, അതുമല്ല ആനുകൂല്യമല്ല നമുക്ക് പ്രശ്നം. നമുക്കെന്ന് പറഞ്ഞാൽ ഈ മൃഗശല്യം, ഈ പന്നിശല്യം ഒഴിച്ചു കിട്ടിയാൽ മതി, വേറെ ഒന്നുമല്ല. അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. അതാണ് സർക്കാരിൻ്റെ ആനുകൂല്യം. അവർ ഇപ്പം നമുക്കിപ്പോൾ 1 ഏക്കറോ 2 ഏക്കറിലോ നമ്മളിപ്പോൾ കൃഷി ചെയ്താൽ അവർ തരുന്നതിൻ്റെ ലിമിറ്റുണ്ട്, അതനുസരിച്ചാണ്. സബ്സിഡി ആയിട്ട് എന്തെങ്കിലും തരുന്നു, പിന്നെ ചിലപ്പം ഇച്ചിരി വളം തരും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടൊന്നും കൃഷിക്കാരനെ സംബന്ധിച്ച് പര്യാപ്തമാകുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. വിളവെടുക്കാൻ സമയമാകുമ്പോഴാണ് ഇതേ രീതിയിൽ ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇറങ്ങിയതാണ് അവാർഡ് ചെയ്തിട്ട് കണ്ടില്ലേ. അതിൻ്റെക്കുള്ള ഒരു മണ ചീര മൊത്തം കളച്ചിട്ടിട്ട് പോയി, കിളിച്ച് പൊടിച്ചു വന്ന ചീരയാണ്. അങ്ങനെ 1 കിലോ ചീര വീതം തുടങ്ങിയ 4000 രൂപ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ളത് നിർത്താണ്ട ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. ചീര വിളവെടുപ്പ് നമ്മൾ ചീര വിതച്ച് കറക്റ്റ് 35 ദിവസം കഴിയുമ്പോൾ 1 ഘട്ടം എടുക്കാം, 35 ദിവസം കഴിയുമ്പോൾ എടുക്കാം. ഒരു വിത ഒരു ചീര നമ്മൾ വിതച്ച് കഴിഞ്ഞാൽ ഒരു 3 പ്രാവശ്യം ഇതിൽ എടുക്കാം. പ്രായമാവുന്നത് നോക്കി പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കാം. 15 ദിവസം കൂടുമ്പോൾ സാലിച്ച് യൂറിയ വിതറി കൊടുത്ത് വെള്ളവും നനയും കൊടുത്താൽ മതി. കളയുണ്ടെങ്കിൽ പറിച്ച് കളയുക. അല്ല മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ, മഴ പ്രതികൂലമായ കാലാവസ്ഥ വന്നില്ലെങ്കിൽ ചെറുകൃഷി ലാഭകരം തന്നെയാണ്, നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. പയറും കുഴപ്പമില്ല. പയറിന് ഈ മൂടുവാട്ട രോഗമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ അതിൻ്റെ സമയമായി. ഈ പൂക്കണ്ണിന് വരുമ്പോഴാണ് പന്തൽ നമ്മൾ കയറെല്ലാം പിടിച്ച് കെട്ടി പന്തലിൽ കയറി പൂവിൻ്റെ ആരംഭമാകുമ്പോഴാണ് മൂടുവാട്ടം വരുന്നത്. അതിനിപ്പോൾ പ്രതിവിധിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൈഗോഡർമയാണ്. ടൈഗോഡർമ 100 കിലോ ചാണകപ്പൊടി 1 കിലോ ഇട്ട് ഇളക്കി 15 ദിവസം കഴിയുമ്പോൾ അതിനെ വിഘടിച്ചതിന് ശേഷമാണ് വാരിയിട്ട് ചെയ്തെങ്കിലും അത് പൂർണ്ണമായും നിൽക്കുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. പയറിൻ്റെ വിളവെടുപ്പ് ഞാൻ കറക്റ്റ് 50 ദിവസം കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പരിചരണം കൊടുക്കുകയാണെങ്കിൽ 50 മുതൽ നമുക്ക് ആദായം കിട്ടി തുടങ്ങും. വേനൽ ശക്തമായതോടെ കൃഷിക്കാവശ്യമായ ജലലഭ്യതയിലും കുറവുണ്ട്.
പ്രതികൂലമായ കാലാവസ്ഥയായതിനാൽ വിളവെടുക്കാൻ സമയമാകുമ്പോൾ കൃഷിക്കുണ്ടാകുന്ന രോഗബാധയും കർഷകരെ വലയ്ക്കുകയാണ്. ഇതിനിടെയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടുമൃഗശല്യവും. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നിന്നും കാർഷിക മേഖലയെ സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.